കോഴിക്കോട് അന്തർ സംസ്ഥാന ബസ് ഡ്രൈവർമാർക്കെതിരെ CITU നേതാവിന്റെ ഭീഷണിയും കൊലവിളിയും. ബസ് ഡ്രൈവർമാരായ പ്രഗീതിനും CITU മുൻ ജോയിന്റ് സെക്രട്ടറി കമറുദ്ദീനുമെതിരെയാണ് CITU സെക്രട്ടറി റഷീദിന്റെ ഭീഷണിപ്പെടുത്തൽ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്നും സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. കളിച്ച് മുറത്ത് കയറി കൊത്തുന്ന നിങ്ങള് പോട്ടെ നന്നാവും വിചാരിക്കുമ്പോൾ നിങ്ങൾ തലക്കേരി കൊത്തുന്ന മോനെ മൂത്രമൊഴിക്കാൻ പുരേന്ന് പുറത്തിറങ്ങൂല. ഞാൻ ഒറ്റൊരു കോള് ചെയ്താൽ എൻ്റെ ചുണ്ടൊന്ന് അമർത്തിയാൽ മതി. അതിനുള്ള പവർ ഇന്ന് എനിക്ക് എൻ്റെ സഹാക്കന്മാർ തന്നിട്ടുണ്ട്, എൻ്റെ പ്രവർത്തകർ തന്നിട്ടുണ്ട്. അത് മനസ്സിലായിക്കോ. അന്തർ സംസ്ഥാന നൈറ്റ് ബസിന്റെ ഡ്രൈവറായ പ്രഗീതിന് CITU സെക്രട്ടറി റഷീദ് അയച്ച ഭീഷണി സന്ദേശമാണിത്. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ഭീഷണി. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ വിടില്ലെന്നും സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നുമാണ് ഭീഷണി സന്ദേശം. അകാരണമായാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നതെന്നും റഷീദിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവർക്കെതിരെയാണ് ഭീഷണിയെന്നും പ്രഗീത് പറയുന്നു. CITUവിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ഉണ്ട്, അന്തർ സംസ്ഥാന ബസിന്റെ സെക്രട്ടറി റഷീദ് KP എന്ന് പറഞ്ഞ ആൾ. നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മളെ വളരെ പല ഗ്രൂപ്പുകൾ കൂടി ഭീഷണിപ്പെടുത്തുകയാണ്. ഒരുപാട് വോയിസ്, ഇന്നലെ രാത്രിയൊക്കെ അത്രയും ഭീഷണി. നമുക്ക് വീട്ടിൽ കയറി വെട്ടും, മൂത്രമൊഴിക്കാൻ ഇറങ്ങിയാൽ വന്ന് വെട്ടും, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സഹാക്കന്മാരോട് കളിച്ചാൽ വിവരം അറിയും, വണ്ടി ഓടിക്കാൻ സമ്മതിക്കില്ല, വീട്ടിലെ അമ്മേനെ കണ്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ ഭീഷണിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഒരു പരാതിയായിട്ട് വന്നത്. റഷീദിന്റെ ഭീഷണിയും ഏകപക്ഷീയമായ നിലപാടും കാരണമാണ് CITU ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതെന്ന് കമറുദ്ദീൻ പറയുന്നു. CITUവിലെ മറ്റംഗങ്ങൾക്ക് പോലും റഷീദിന്റെ ഭീഷണി മൂലം തൊഴിലിടത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴാണ് ഈ നൈറ്റ് സർവീസിന്റെ CITUവിന്റെ സംഘടന വന്നത്. അതിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഇതിൽ BMSലെ ആൾക്കാർ ഉൾപ്പെടുത്തിയതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആകാൻ കാരണം. അപ്പോൾ ഉൾപ്പെടുത്തിയ അതിൻ്റെ പകപോക്കലാണ്. ഇതിൻ്റെ പേരിൽ ഞാൻ വെച്ച് ഇറങ്ങുകയും ചെയ്തു. ഇന്നലെ എനിക്ക് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അത്രയും അസഭ്യമാണ്, അത്രയും മോശമായ രീതിയിലാണ് ഭീഷണിപ്പെടുത്തിയത്. അല്ല, ഭയമല്ല, ഇത് കേട്ട് ഞങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലോ, ചെവി പകുത്തു. ഒരിക്കൽ പറഞ്ഞ് നിർത്തുകയെന്നുണ്ട്, കുഴപ്പമില്ല. ഇത് എന്നും ഇതന്നെ അവസ്ഥ. ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രഗീതും കമറുദ്ദീനും. ജനം, കോഴിക്കോട്.